ഹായ് എവരി വൺ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ അല്ലേ. നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അതിൻ്റെ നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ടൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ചാപ്റ്ററിൽ നമുക്കറിയാം ഗ്രാഫിക്കൽ മെത്തേഡ് കുറച്ച് അല്ലേ, ചില ക്വസ്റ്റ്യൻ നല്ല എളുപ്പമാണ്, പക്ഷേ ചില ഇത് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുണ്ടാവും. സോ ഫസ്റ്റ് നമുക്ക് നല്ല സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് എങ്ങനെയാണ് ഇതിൻ്റെ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കുറച്ച് ഹാർഡ് ക്വസ്റ്റ്യൻസിലേക്ക് പോയിട്ട് നമുക്കത് സെറ്റാക്കാം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ എന്താണ് നോക്കുന്നത്? ഒരു വേർഡ് പ്രോബ്ലം തന്നിട്ടുണ്ട്. നിങ്ങൾ ഫസ്റ്റ് അതിൽ നിന്ന് 2 ഈക്വേഷൻ ഡിറൈവ് ചെയ്യണം. പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ആണ്. സോ ലീനിയർ ഇക്വേഷൻ ആയിരിക്കും, പെയർ ഉണ്ടാവും, 2 ഇക്വേഷൻ ഉണ്ടാവും. അങ്ങനെ ആ 2 ഇക്വേഷൻ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം എന്നിട്ട് മക്കൾസ് അതിനെ ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റനിലൊക്കെ ആക്ച്വലി നമുക്ക് നമ്മുടെ ലോജിക് യൂസ് ചെയ്ത് തന്നെ നമുക്ക് ആൻസർ പറയാവുന്നതേ ഉള്ളൂ. മാത്സ് സിമ്പിളാണ്. നിങ്ങളൊന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മാത്സ് നല്ല എളുപ്പമാണ്. ഓക്കെ, ബട്ട് നമ്മൾ വീണ്ടും നമ്മുടെ ഇവിടെ ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് എന്താ പറഞ്ഞത്? ഫോം ദി പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ആൻഡ് ഫൈൻഡ് ദെയർ സൊല്യൂഷൻസ് ഗ്രാഫിക്കലി എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഗ്രാഫിക്കലി തന്നെ ഓക്കെ ഗ്രാഫ് യൂസ് ചെയ്തിട്ട് തന്നെ നമ്മൾ സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യും. ഓക്കെ, സോ വാട്ട്സ് ദി ക്വസ്റ്റൻ ദാറ്റ് ഇസ് ഗിവൻ ഹിയർ ഇസ് just 10 students of class 10 took part in a mathematics quiz. Okay, so ഒരു മാത്സ് ക്വിസിൽ ഒരു ക്ലാസ്സിലെ 10 സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അത് വായിച്ചപ്പോൾ തന്നെ നമുക്ക് ഒരു ക്ലാസ് കിട്ടി, ഒരു കാര്യം കിട്ടി. ടോട്ടൽ ഇവിടെ ബാക്കി വായിച്ചാൽ ദി നമ്പർ ഓഫ് ഗേൾസ് ബോയ്സ് എന്നൊക്കെ ഉണ്ട്. സോ ഗേൾസും ഉണ്ട് ബോയ്സും ഉണ്ട്, രണ്ടും കൂടെ ചേർത്തിട്ടാണ് 10 പേര് എന്നുള്ളൊരു കാര്യം നമുക്ക് കിട്ടി. ഓക്കെ, സോ അതാണ് നമുക്ക് ഫസ്റ്റ് വേണ്ട ഇക്വേഷനായിട്ട്. ഇങ്ങനെ ഓരോ കാര്യം, ഓരോ വേർഡ്സ്, ഓരോ ലൈൻസ് നിങ്ങൾ വായിക്കുമ്പോഴും അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളിങ്ങനെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സോ ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ലൈൻ ഞാൻ വീണ്ടും റീഡ് ചെയ്യാണ്. ഇഫ് ദി നമ്പർ ഓഫ് ഗേൾസ് ഇസ് 4 more than ദി നമ്പർ ഓഫ് ബോയ്സ്, ഫൈൻഡ് ദി നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഹൂ ടുക്ക് പാർട്ട് ഇൻ ദി ക്വിസ്. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇപ്പോൾ രണ്ടാമത്തത് വായിച്ചപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ദി നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് 4 more, സോ ഗേൾസ് ആണ് കൂടുതൽ എന്നുള്ളത് മനസ്സിലായി അല്ലേ. മോർ ദാൻ ദി നമ്പർ ഓഫ് ബോയ്സ്, സോ ഗേൾസ് ആണ് ഇവിടെ കൂടുതലുള്ളത് എന്നുള്ള കാര്യവും നമുക്കിതിൽ നിന്ന് റീഡ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനി നമ്മുടെ ഡ്യൂട്ടി എന്താണ്? ഇതിനെ രണ്ടിനെയും ഫസ്റ്റ് ഈ വേർഡ് പ്രോബ്ലത്തിനെ കൊണ്ട് മാറ്റിയിട്ടൊരു നോർമൽ ഇക്വേഷനായിട്ട് ഇത്രയും ഒരു 4 to 5 ലൈൻസിൽ നമ്മൾ എഴുതിയ സാധനത്തിന് ജസ്റ്റ് 2 ഇക്വേഷനിൽ നമ്മൾ ഒതുക്കാൻ പോകുന്നു. 2 ലൈൻസ് പോലും ഇല്ലാത്തൊരു ഇക്വേഷനിലൊക്കെ. സോ അതാണ് മാത്സ്, അങ്ങനെയല്ലേ? ഒരുപാട് വലുതായിട്ട് പറയുന്ന കാര്യത്തൊക്കെ നമ്മൾ സിമ്പിളായിട്ട് അങ്ങോട്ട് പറഞ്ഞു തീർക്കും. സോ ലെറ്റ്സ് സി ഹൗ ടു സോൾവ് ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഫസ്റ്റ് നിങ്ങൾ ഇവിടെ തന്നിട്ടുള്ള ബോയ്സ് ഉണ്ട് ഗേൾസ് ഉണ്ടെന്ന് പറഞ്ഞു. സോ രണ്ടിനും നമുക്ക് മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെറ്റ് ദി നമ്പർ ഓഫ് ഗേൾസ് ഇസ് ഈക്വൽ ടു എക്സ് ആൻഡ് നമ്പർ ഓഫ് ബോയ്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് മാം എടുത്തിട്ടുണ്ട്. അത് എക്സും ഒന്ന് വൈ ആയിട്ട് എടുത്തു. പിന്നെ അക്കോർഡിംഗ് ടു ദി ക്വസ്റ്റ്യൻ നമുക്ക് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഫസ്റ്റ് നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു, നമ്മളിത് അവിടെ നോക്കി 10 സ്റ്റുഡൻസ് ആണ് ടോട്ടലി ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ബോയ്സ് പ്ലസ് ഗേൾസ് രണ്ടും കൂടെ ചേർത്തിട്ടാണ് 10 എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ കൊടുത്തു ബോയ്സ് ഉണ്ട്, കണ്ട ഗേൾസ് ഉണ്ട്, എക്സ് ഉണ്ട് പ്ലസ് വൈ അഥവാ ബോയ്സ് ഉണ്ട്, രണ്ടുപേരും കൂടെ ചേർത്തിട്ട് 10 സ്റ്റുഡൻസ് ആണ് നമ്മുടെ ക്വിസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഫസ്റ്റ് ഇക്വേഷൻ റെഡി. അടുത്ത ഇക്വേഷനിൽ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നമ്പർ ഓഫ് ഗേൾസ്, ഇഫ് ദി നമ്പർ ഓഫ് ഗേൾസ് ഇസ് 4 more than ദി നമ്പർ ഓഫ് ബോയ്സ്, സോ നമുക്ക് ഗേൾസ് ആണ് കൂടുതൽ എന്നും മനസ്സിലായി. സോ ഗേൾസിന് ഇവിടെ എന്താണ് നമ്മൾ ഇട്ടിട്ടുള്ളത്? എക്സ്. സോ എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? 4 മോർ ദാൻ എന്ന് പറയുമ്പോൾ എന്താണ് ഇടുക? മോർ എന്ന് പറയുമ്പോൾ അവിടെ പ്ലസ് കൊടുക്കുക, ലെസ് ദാൻ എന്ന് പറയുമ്പോൾ മൈനസ് കൊടുക്കുക, ടൈംസ് ഇങ്ങനത്തെ വേർഡ്സൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ കൊടുക്കും, അങ്ങനല്ലേ? അതിൻ്റെ ടിപ്സൊക്കെ മാം പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾ ഓർത്ത് വെച്ചിട്ടുണ്ടോ? സോ എക്സ് ഇസ് ഈക്വൽ ടു 4 പ്ലസ് വൈ, ബോയ്സിൻ്റെതിലേറെ എന്താണ് 4 more ആണ് ഈ ഗേൾസ് എന്ന് പറയുന്നത്. സോ ഗേൾസ് ആണ് കൂടുതൽ, അപ്പോൾ നമ്മളിവിടെ കൂടുതൽ കൊടുത്തു 4 പ്ലസ് സംതിങ്. ഓക്കെ, സോ വൈ എന്ന് കൊടുത്തു. ദിസ് ഇസ് ദ സെക്കൻഡ് ഇക്വേഷൻ. ഇനി നമുക്കറിയേണ്ട കാര്യം നമ്മുടെ ഗ്രാഫ് യൂസ് ചെയ്യണം. ഗ്രാഫ് ഇടണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നിങ്ങൾ ചെറിയ ക്ലാസ് തൊട്ട് തന്നെ ഗ്രാഫ് ഇടുമ്പോൾ നിങ്ങൾ ഇതുപോലെ 2 കോളംസ് ഒക്കെ ഇങ്ങനെ വരച്ച് ഫില്ല് ചെയ്തിട്ടുണ്ടാവും, അങ്ങനെയല്ലേ? സോ എക്സിന് വാല്യൂ വേണം, വൈന് വാല്യൂ വേണം, അപ്പോഴേ നമുക്ക് അവിടെ ഇങ്ങനെ പ്ലോട്ട് ചെയ്ത് ഇതുപോലെ മാർക്ക് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അങ്ങനത്തെ കുറച്ച് കാര്യമൊക്കെ നമുക്ക് വേണം. അതിന് വേണ്ടിയിട്ടുള്ള ടേബിൾ സെറ്റാക്കാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഡിയർ, സോ ഫോർ ഇക്വേഷൻ നമ്പർ 1 ഞാൻ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്? ഒരു ടേബിൾ റെഡി ആക്കിയിട്ടുണ്ട്. ഈ ഇക്വേഷൻ നമ്പർ 1 എന്താണ്? ജസ്റ്റ് ഞാനിവിടെ ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 10 എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 10. ആ സ്ഥലത്ത് 1 അതിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഇഫ് ഐ ആം ഗിവിങ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വൈൻ്റെ വാല്യൂ എന്താകും? എക്സിൻ്റെ പ്ലേസിൽ ഞാൻ 1 കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ ഇവിടെ ഞാൻ 1 കൊടുത്തു, അപ്പോൾ എൻ്റെ ആൻസർ എങ്ങനെയായിട്ട് മാറും? therefore 1 plus y is equal to 10 ആയിട്ട് മാറും.
അങ്ങനെയല്ലേ? അപ്പോൾ നമുക്ക് വൈ മാത്രം മതി എന്നുണ്ടെങ്കിലോ, അപ്പോൾ ഞാൻ വൈ മാത്രം മതി എന്നുണ്ടെങ്കിൽ ഈ 1നെ എടുത്ത് ട്രാൻസ്പോസ് ചെയ്യും, അങ്ങോട്ട് പോകുമ്പോൾ 10 -1 ആകും. ദെർഫോർ വൈൻ്റെ വാല്യൂ y ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും, സോറി 9 എന്ന് കിട്ടും. സോ ഇപ്പോൾ നോക്കിയാൽ എക്സ് 1 ആണെന്നുണ്ടെങ്കിൽ വൈ 9 ആണ്. ഈ ഒരു കാര്യം എനിക്ക് കിട്ടിയോ? എക്സ് 1 ആണെങ്കിൽ വൈ 9 ആണ് എന്നുള്ളത് കിട്ടി. സോ എക്സ് ഇവിടെ ഇട്ടു, വൈ ഇവിടെ ഇട്ടു. ഓക്കെ, എക്സിന് 1 കൊടുത്തപ്പോൾ വൈക്ക് കിട്ടിയ ആൻസർ 9 ആണ്. ഇനി ഇതേപോലെ നെക്സ്റ്റ് ഉള്ളത് ഞാൻ ചെയ്യുകയാണ്. എക്സിൻ്റെ സ്ഥലത്ത് വേറെ ഏതെങ്കിലും കുറച്ച് വിട്ടുള്ള നമ്പേഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. സോ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സം ആണെന്നുണ്ടെങ്കിലും കുറച്ച് വിട്ടുള്ള നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രാഫിൻ്റെ ആൻസർ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഓക്കേടാ. സോ കുറച്ച് വിട്ട് ഒരു 2-3 നമ്പേഴ്സെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കുറഞ്ഞത് 3 ഉണ്ടെങ്കിലും കേട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. 2 മതി. എന്നാലും ആൻസർ ചിലപ്പോൾ ഒക്കെ എന്ത് ചെയ്യും, നിങ്ങൾ ഗ്രാഫിൽ ചെറുതായിട്ട് ചെരിച്ച് വരച്ചിട്ട് അവിടെ തെറ്റിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് ഒരു വാല്യൂ കൊടുത്തേ. ഇപ്പോൾ എക്സിന് ഞാനിവിടെ 3 എന്ന് കൊടുത്തു വിചാരിച്ചോ. ജസ്റ്റ് നോക്കിയേ, എക്സ് ഈസ് ഈക്വൽ ടു 3 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ വൈൻ്റെ ആൻസർ എന്താകും? ഇവിടെ 3 കൊടുത്തിട്ടുണ്ടെങ്കിൽ 10 - 3. സോ 10 - 3 എന്ന് പറയുമ്പോൾ എത്ര ആകും? വൈ 7 ആകും. ജസ്റ്റ് നോക്കി, എക്സ് 3 കൊടുത്തിട്ടുണ്ടെങ്കിൽ വൈ എത്ര ആകും? 7 ആകും. ഇനി ഞാൻ എന്ത് ചെയ്യാണ്? എക്സിൻ്റെ പ്ലേസിൽ ഒരു 6 കൊടുക്കുകയാണ്. സോ 6 കൊടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കിയേ, ഇവിടെ 6 കൊടുത്തിട്ടുണ്ടെങ്കിൽ 6 10 ഇങ്ങോട്ട് പോകുമ്പോൾ 10 - 6 എന്താകും? 4 ആകും. സോ 4. ഈ ഒരു ടൈപ്പിൽ ജസ്റ്റ് നമുക്ക് ഒന്ന് എന്താ പറയുക, മൈൻഡ് കാൽക്കുലേഷൻ ചെയ്യാൻ തന്നെ ഇവിടെ ഉള്ളൂ. സിമ്പിളാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്തത് നെക്സ്റ്റ് ഈക്വേഷൻ, ഫോർ ഈക്വേഷൻ നമ്പർ 2. ഓക്കെ, സോ ഫോർ ഈക്വേഷൻ 2ലും നമുക്ക് ഇതേപോലെ, സോ ഈക്വേഷൻ 1 കൊണ്ട് നിങ്ങൾക്ക് ഒരു ലൈന് മാത്രമേ ലീനിയർ ഈക്വേഷനാണ്. ലീനിയർ ഈക്വേഷൻ ആണെങ്കിൽ സ്ട്രൈറ്റ് ലൈന് മാത്രമേ ഫോം ചെയ്യുള്ളൂ. അപ്പോൾ ഫോം ചെയ്യുന്നത് ഒരു ലൈന് മാത്രം ഫോം ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടില്ല. നമുക്ക് എന്ത് വേണം? 2 ലൈന് ഫോം ചെയ്തിട്ട് അത് രണ്ടും കട്ട് ചെയ്യുന്ന പോയിന്റ് ഉണ്ടല്ലോ, അവിടെയാണ് നമ്മുടെ ആൻസർ ഉണ്ടാവുക. ഇനി മേ ബി കട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സൊല്യൂഷൻ, അവിടെ നിങ്ങൾക്ക് സൊല്യൂഷൻ ഇല്ല അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് നോക്കിയിട്ടുണ്ട്. ഓക്കെ, സോ ഇനിയിപ്പോൾ ഫുൾ ഒരു പോയിന്റിന് മുകളിൽ തന്നെ ഒരു പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഫൈനൈറ്റ് ആൻസേഴ്സ് ഉണ്ടാകും അല്ലേ? ഓർത്ത് വെക്കുന്നില്ല മക്കൾ? അതൊക്കെ പഠിച്ചത്, അത് റേഷ്യോയിൽ എങ്ങനെയാണ് നമ്മൾ പഠിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇപ്പോൾ ഇതിന് നമുക്ക് രണ്ടാമത്തെ ഈക്വേഷന് വീണ്ടും നമ്മൾ ഇതേപോലെ വാല്യൂസ് കൊടുക്കുകയാണ്. സോ സെക്കൻഡ് ഈക്വേഷൻ എന്താണ്? എക്സ് ഈസ് ഈക്വൽ ടു വൈ 4 + y എന്നുള്ളതാണ് നമ്മുടെ സെക്കൻഡ് ഈക്വേഷൻ. സോ സെക്കൻഡ് ഈക്വേഷനിൽ ഇവിടെ എക്സ് ഉണ്ട്, വൈ ഉണ്ട്. ഇപ്പോൾ ഞാൻ എക്സിന് 0 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ആൻസർ എന്തായിരിക്കും? എക്സിന് 0 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താകും? 0 എന്ന് കൊടുക്കുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 + y എന്ന് കിട്ടും. സോ വൈ മാത്രം മതി, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരും. സോ ആൻസർ എന്തായിട്ട് മാറും? y ഈസ് ഈക്വൽ ടു -4 ആകും. അങ്ങനെയല്ലേടാ? സോ ഇപ്പം നിങ്ങളുടെ വൈൻ്റെ വാല്യൂ എന്ന് പറയുന്നത് y ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്കി ഈ +4 ഇങ്ങോട്ട് വരികയാണ്. സോ y ഈസ് ഈക്വൽ ടു -4. സോ എക്സിന് 0 ആകുമ്പോൾ വൈന് -4 ആണ് ആൻസർ വരിക. ഇനി അടുത്ത വാല്യൂ നിങ്ങൾ കൊടുത്ത് നോക്കി, എക്സ് ഈസ് ഈക്വൽ ടു നിങ്ങളൊരു 4 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലോ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 4 - 4 ഈസ് ഈക്വൽ ടു y ആണ് വരിക. കണ്ടോ, ഈ 4 ഇങ്ങോട്ട് വരുമ്പോൾ -4 ആകും. ഇത് എക്സ് ആണ്. സോ നിങ്ങളുടെ ആൻസർ എന്താകും? y ഈസ് ഈക്വൽ ടു 0. സോ എക്സിന് 4 കൊടുത്തിട്ടുണ്ടെങ്കിൽ വൈക്ക് 0 ആകും. ഇനിയിപ്പോൾ നിങ്ങൾ എക്സിന് കുറച്ചുകൂടെ വലിയ ഡിജിറ്റ് 8 ഒക്കെ കൊടുത്ത് നോക്കാം. സോ എക്സിന് 8 കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താകും? വൈയുടെ ആൻസർ എന്ന് പറയുന്നത് y ഈസ് ഈക്വൽ ടു, ഇവിടെ 8 ആണ്. സോ 8 - 4 ഈസ് ഈക്വൽ ടു y ആകുമ്പോൾ ആൻസർ +4 ആയിട്ട് മാറും. സോ 8 എക്സിൽ 8 ആകുമ്പോൾ വൈയിൽ +4 ആയിട്ട് മാറും. ഓക്കെ, സോ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് വേണ്ട നമ്പേഴ്സ് ഇവിടെ കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ബെറ്ററായിട്ട് തോന്നുന്ന നമ്പേഴ്സ് ഏതാണോ ആ ഒരു നമ്പർ എടുത്തിട്ട് ഇവിടെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ലൈന് വരയ്ക്കുന്ന സമയത്ത് കുറച്ച് നീട്ടി വരയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ചില സമയത്ത് ലൈന് കട്ടാവും, ലൈനിൻ്റെ എവിടെ ഇൻ്റർസെക്റ്റ് ആകാതെ ആയിരിക്കും ചില സ്റ്റുഡൻസ് വരച്ച് വെച്ചിട്ടുണ്ടാവുക. സോ അതൊക്കെ മക്കൾസ് ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാം. ഓക്കേടാ? ഓക്കെ ഡിയേഴ്സ്, സോ ഇപ്പോൾ ഇത് ഇങ്ങനെ ഗ്രാഫ് ഷീറ്റിൽ നമുക്ക് എങ്ങനെ പ്ലോട്ട് ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും. എന്നാലും ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ. സോ ഫസ്റ്റ് എക്സ് ആക്സിസ് കൊടുക്കുക, വൈ ആക്സിസ് കൊടുക്കുക, യൂണിറ്റ് ഞാനിപ്പോൾ 1 യൂണിറ്റ് 1 സെൻറ്റിമീറ്റർ ആയിട്ട് തന്നെയാണ് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും എടുത്തിട്ടുള്ളത്. ഓക്കെ, സോ 1 2 3 ആയിട്ട് എടുത്തു, ഇവിടെയും 1 2 3 ആയിട്ട് എടുത്തു. ഇപ്പുറത്തൊക്കെ മൈനസ്, ഇവിടെയും മൈനസ്, നെഗറ്റീവ് ഒക്കെ കൊടുക്കേണ്ടതൊക്കെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി മക്കൾസ് എന്ത് ചെയ്യുന്നു? നമ്മൾ നേരത്തെ പോയിന്റ്
പ്ലോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ബോക്സ് എടുക്കുക. ഓക്കെ, സോ ഫസ്റ്റ് ബോക്സിൽ നമുക്ക് എന്താണ് തന്നിട്ടുള്ളതെന്ന് നോക്കിയേ. എക്സിൽ 1 ആണെങ്കിൽ വൈയിൽ 9 മാർക്ക് ചെയ്യാനാണ് ഫസ്റ്റ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ എക്സിൽ 1 എവിടെയാണെന്ന് നോക്കാം. സോ ഇപ്പോൾ മക്കൾസ് നോക്കി എക്സിൽ ഏതാണ് 1? ഇതാ ഇവിടെ കിടക്കുന്നുണ്ട് അല്ലേ. എക്സിൽ 1 എന്ന് പറഞ്ഞാൽ അതാ ഇവിടെ ഉണ്ട്. ഇനി ഇവിടുന്ന് നമ്മൾ നേരെ സ്ട്രൈറ്റ് ആയിട്ട് പോവാണ് കേട്ടോ. എക്സിൽ 1ൽ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് പോവാണ്. എന്നിട്ട് 9 കിടക്കുന്നത് ഇവിടെയാണുള്ളത്. സോ ഇവിടെ നമ്മൾ പോയിന്റ് നമ്മൾ പ്ലോട്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് എന്ത് കൊടുക്കും? ഇവിടുത്തെ നെയിം, ഇവിടെ എക്സിൽ 1 ആണല്ലോ, സോ 1,9 ആണ് ഇവിടുത്തെ പോയിന്റിൻ്റെ പേര്. അത് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി അടുത്തത് നമ്മൾ വീണ്ടും എന്ത് ചെയ്യാണ്? അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കുകയാണ്. സോ ഇപ്പോൾ ഇവിടെ നോട്ടിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? സെക്കൻഡ് തന്നിട്ടുള്ളത് ഇവിടെ 3 ആകുമ്പോൾ ഇവിടെ 7. എക്സിൽ 3 ആണെങ്കിൽ വൈയിൽ 7 മാർക്ക് ചെയ്യാൻ പറഞ്ഞു. സോ അത് നമ്മൾ മാർക്ക് ചെയ്യണം. എക്സിൽ 3 എടുത്തു, വൈയിൽ എന്ത് ചെയ്തു? 7 എടുത്തു. സോ എക്സിൽ 3യും വൈയിൽ 7 ഇവിടെയാണ് പോയിന്റ് വരുന്നത്. കണ്ടോ? ഓക്കെ അല്ലേ? നിങ്ങൾ എക്സ് ആക്സിസിൽ 3 എടുക്കുക. ഓക്കെ, എക്സ് ആക്സിസ് ഇതാണ്, ഈ ആക്സിസിൽ 3 എടുത്തു. എന്നിട്ട് നേരെ മേലെ കൊണ്ടുപോയി വൈ ആക്സിസിൽ 11 എവിടെയാണോ വരുന്നത് ആ ഒരു പാർട്ടിൽ ഇത് അവിടെ ഇങ്ങനെ ഒരു പോയിന്റ് ചെയ്തു. സോ 3,7 എന്നുള്ള ഒരു പോയിന്റ് നമുക്ക് കിട്ടി. അടുത്തത് വീണ്ടും ഇവിടെ എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 6 and 4 ആണ് പറഞ്ഞിട്ടുള്ളത്. എക്സിൽ 6ഉം വൈയിൽ 4ഉം ആണ് നെക്സ്റ്റ് പോയിന്റ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. സോ അതും നിങ്ങൾ മാർക്ക് ചെയ്യുക. എക്സിൽ 6 ആകുന്ന സമയത്ത് എത്രയാണ്? വൈയിൽ 4 ആയിട്ടാണ് വരുന്നത്. സോ നെക്സ്റ്റ് ഇവിടെ പോയിന്റ് മാർക്ക് ചെയ്തു. 6,4 ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്തു? ഒരു ലൈന് നമുക്ക് ഫോം ആയിട്ടുണ്ട്. ഓക്കേടാ. സോ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ലൈനിനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു ലൈന് ഓക്കെ മക്കൾ, സോ ഇപ്പോൾ ആ ഒരു ലൈന് മാം വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പോൾ നമുക്ക് ഒരു ഈക്വേഷൻ, ഫസ്റ്റ് ഈക്വേഷൻ എന്തായിരുന്നു നമ്മുടെ ഈക്വേഷൻ? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 10 എന്നുള്ള ഈക്വേഷനുള്ളതാണ് ഇപ്പോൾ നമ്മൾ റെഡി ആക്കിയിട്ടുള്ളത്. സോ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 10 എന്നുള്ള ഈക്വേഷനുള്ള ലൈന് നമുക്ക് റെഡി. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താണ്? നെക്സ്റ്റ് ഈക്വേഷനാണ് നമ്മൾ നോക്കുന്നത്. സോ അതിനുള്ള ഗ്രാഫ് നമ്മൾ എടുക്കുന്നു. എക്സിന് 0 കൊടുക്കുന്ന സമയത്ത് നമുക്ക് വൈ എത്രയാണ്? -4. സോ എക്സ് ആക്സിസിൽ 0 ഇവിടെ ഉണ്ട്. അപ്പോൾ വൈ ആക്സിസിൽ -4 ഇവിടെ. സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും എക്സിൽ നമ്മൾ 4 കൊടുക്കുമ്പോൾ വൈയിൽ 0. സോ എക്സിൽ 4 ഇവിടെ ഉണ്ട്, വൈയിൽ 0. കണ്ടോ? ഇത് വൈ ആക്സിസ് ഇവിടെയാണ്, അപ്പോൾ ഇവിടെ 0, എക്സിൽ 4. സോ സെക്കൻഡ് പോയിന്റ് ഇവിടെ കിട്ടി. നെക്സ്റ്റ് തേർഡ് പോയിന്റ് നമ്മൾ എന്താ കൊടുത്തത്? 8 ആണെങ്കിൽ എക്സിൽ 8 ആകുന്ന സമയത്ത് വൈയിൽ എത്രയാണ്? 4 ആണെന്ന് കൊടുത്ത്. ഓക്കെ, സോ എക്സിൽ 8 ആവുന്ന സമയത്ത് വൈയിൽ 4 എന്ന് പറയുമ്പോൾ ഈ ഒരു പോയിന്റ്. ഓക്കെ, സോ ഇപ്പോൾ ഇത് 3 പോയിന്റ് ഇവിടെ മാർക്സ് കറക്റ്റായിട്ട് ഇവിടെ ഇത് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇവിടെ എക്സിൽ എത്രയാണ്? 0 and 4 -4 ആണ്. 0 and -4. നെക്സ്റ്റ് ഇവിടെയോ? ഇവിടെ ആണെന്നുണ്ടെങ്കിൽ 4 and 0. എക്സിൽ 4, വൈയിൽ 0. ആൻഡ് ഈ ഒരു പോയിന്റ് ആണെന്നുണ്ടെങ്കിലോ ഈ ഒരു പോയിന്റിൽ എക്സിൽ 8 ആൻഡ് വൈയിൽ 4. ഓക്കെ, സോ ഇപ്പോൾ വീണ്ടും നമ്മൾ ഈ ഒരു ലൈനിനെ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ മക്കൾ, സോ ഇപ്പോൾ ജസ്റ്റ് ഞാനിവിടെ ഒരു ചെറിയൊരു മാറ്റത്തിൽ വരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്യാമറയിൽ ഫേസ് ചെയ്തിട്ട് ഇതിലിങ്ങനെ ചെയ്തപ്പോൾ ചെറിയൊരു വ്യത്യാസം വന്നു. പക്ഷേ ഒരു കുഞ്ഞ് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ആൻസർ കറക്റ്റായിട്ട് കിട്ടില്ല. ഓക്കെ, കറക്റ്റ് ഇതാ ഈ ലൈന് കണ്ട, ഈ ലൈനിൻ്റെ സെൻറ്റർ, ഈ 2 ലൈനും ജോയിൻ ചെയ്യുന്നതിൻ്റെ കറക്റ്റ് സെൻറ്റർ പാർട്ടിലൂടെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആൻസർ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് എന്താണ്? നമ്മൾ ഓൾറെഡി ഇവിടെ 3 പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്തു. അതിൻ്റെ 2 ഈക്വേഷൻ്റെയും ലൈന് നമുക്ക് കിട്ടി. അങ്ങനെ ആ 2 ലൈനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നൊരു പോയിൻ്റ് ഉണ്ട് അല്ലേ. ഇപ്പോൾ ഇത് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 10 എന്നുള്ള ഈക്വേഷൻ്റെതും അതുപോലെ ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 4 + y നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 4 + y അല്ലേ. ഈ ഈക്വേഷൻ്റെ ലൈനുമാണ്. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്നൊരു സ്ഥലമാണ് എങ്ങനെ വരുന്നത്? എക്സ് ആക്സിസിൽ 7ഉം വൈ ആക്സിസിൽ 3ഉം അങ്ങനെയല്ലേ. എങ്ങനെയാണ്? 7,3. കണ്ടോ? എക്സ് ആക്സിസിൽ 7ഉം വൈ ആക്സിസിൽ 3ഉം ആൻസർ വരുന്നുണ്ട്. ഇതാണ് നിങ്ങളുടെ ആൻസർ. ഓക്കെ, 7 and 3. ഓക്കെ, സോ എക്സ് ആക്സിസിൽ 7, വൈയിൽ 3. ജസ്റ്റ് ഇതൊന്ന് നമ്മൾ നോട്ടിലേക്ക് എഴുതിയെടുക്കാം കേട്ടോ. ഓക്കെ, സോ ഫ്രം ദി ഗ്രാഫ് വി ഒബ്സർവ് ദാറ്റ് ദി 2 ലൈൻസ് ഇൻ്റർസെക്ട്സ് അറ്റ് ദി പോയിന്റ് 7,3 ആണ് എന്നുള്ളത് നമുക്ക് ക്ലിയർ. സോ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദെർഫോർ നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമ്പർ ഓഫ് ഗേൾസ് ഇസ് ഈക്വൽ ടു എക്സ്, നമ്പർ ഓഫ് ബോയ്സ് ഇസ് ഈക്വൽ ടു വൈ ആണല്ലോ. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ഗേൾസ് എക്സിൻ്റെ പ്ലേസിൽ എന്താണ് കിട്ടിയത്? 7 കിട്ടിയിട്ടുണ്ട്. 7,3 അല്ലേ. സോ എക്സിൻ്റെ പ്ലേസിൽ നമുക്ക് എന്ത് കിട്ടി? 7 കിട്ടി. വൈൻ്റെ പ്ലേസിൽ നമുക്ക് 3ഉം കിട്ടി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫൈനൽ ആൻസർ കൊടുക്കേണ്ടത് നിങ്ങൾ? ഓക്കെ, സോ നമുക്കറിയാം എക്സ് ഇസ് ഈക്വൽ ടു 7 ആണ്, വൈ ഇസ് ഈക്വൽ ടു 3 ആണ്. സോ നമ്മൾ ഓൾറെഡി കൊടുത്തതുപോലെ ഇത് നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് 7 ആൻഡ് നമ്പർ ഓഫ് ബോയ്സ് എന്ന് പറയുന്നത് 3.
ഓക്കെ, who parenthetic is 7 and 3 respectively എന്നുള്ളത് നമ്മൾ കൊടുത്തു. സംഭവം ക്ലിയർ. പിന്നെ ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? നിങ്ങൾ എഴുതിയ ആൻസർ കറക്റ്റാണോ അതല്ല എവിടെയെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ വെരിഫൈ ചെയ്യാം. ഓക്കെ, സോ ചില സ്ഥലത്തൊക്കെ ഇവിടെ വെരിഫിക്കേഷന് ചോദിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങളത് മസ്റ്റായിട്ട് കൊടുക്കണം. പക്ഷേ ഇതൊന്നും നമുക്ക് ചോദിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കുകയാണ്. സോ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്ന ഈക്വേഷൻ എന്തായിരുന്നു? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 10 ആണ്. സോ എക്സ് 7 ആണ്, വൈ 3 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ആണല്ലോ. സോ ദിസ് ഇസ് ട്രൂ. ഇത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലായി? വെരിഫൈഡ് നമ്മൾ എഴുതിയിട്ടുള്ള ആൻസേഴ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ കറക്റ്റ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഓക്കെ, സോ എവിടെയും മാർക്ക് പോവില്ല. ഷുവർ. സോ ഈ ഒരു ടൈപ്പിൽ തന്നെയാണ് ഇനി ബാക്കിയുള്ള പ്ലോട്ടിങ്സും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കതിനെക്കുറിച്ച് കാണാം കേട്ടോ.